ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു 4 സ്ലൈസ് ബ്രെഡാട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡോ ബ്രൗണോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഓംലെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. 1 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഒരു നുള്ള് ഒറിഗാനോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളമോ ചേർത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 4 സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 2 സൈഡിലും ആ മുട്ട അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് അങ്ങോട്ട് മുക്കിയെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ 2 സൈഡും ഒന്നങ്ങോട്ട് കോട്ടാവുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ടത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന ആ 2 ബ്രെഡ് മുട്ടയുടെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വെക്കുമ്പോഴും അതെ, ബ്രെഡിൻ്റെ 2 സൈഡിലും മുട്ടയൊന്ന് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. എന്നിട്ട് ആ മുട്ട നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ ആ സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്കതിൻ്റെ മേലെ, അതായത് ആ ബ്രെഡിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം ചീസ് സ്ലൈസസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് 2 സൈഡിലുള്ള ആ മുട്ടയുടെ ഭാഗം മടക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ സ്ലൈസസ് അതിൻ്റെ മേലെ അതുപോലെ വെച്ച് കൊടുക്കുക. അടിയിലുള്ള ബ്രെഡിൻ്റെ അതേ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മറിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടയുടെ നടുഭാഗത്തൊന്ന് കട്ട് ചെയ്തിട്ട് 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് പിന്നെ ബ്രെഡിൻ്റെ ആ സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബ്രെഡ് ഓംലെറ്റ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ചൂടോടുകൂടി തന്നെ കഴിക്കുക. നമ്മളതിൽ വെച്ചിട്ടുള്ള ചീസൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് മെൽട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതെല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്